സൾഫർ സൈക്കിളിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഗേഷ്യസ് സൈക്കിളും സെഡിമെൻ്ററി സൈക്കിളും. അപ്പോൾ ഇതേതൊക്കെയാണ് ഈ ഭാഗങ്ങൾ? ഗേഷ്യസ് സൾഫർ സൈക്കിൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അപ്പോൾ സൾഫർ എൻറ്റേഴ്സ് ദ അറ്റ്മോസ്ഫിയർ ത്രൂ ബാക്ടീരിയൽ എമിഷൻ, ഫോസിൽ ഫ്യൂൽ ബേണിംഗ്, വിൻഡ് ബ്ലോൺ സീ സോൾട്ട്സ് ആൻഡ് വോൾക്കാനിക് എമിഷൻസ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ സൾഫർ ഗേഷ്യസ് ഫോമിലെത്തുന്നത് എവിടെ നിന്നാണ്? ബാക്ടീരിയൽ എമിഷൻ. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞായിരുന്നു, സോയിൽ മൈക്രോബ്സ് പ്രോട്ടീൻസിലുള്ള സൾഫറിനെ ഹൈഡ്രജൻ സൾഫൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം അങ്ങനെ ഹൈഡ്രജൻ സൾഫൈഡ് അറ്റ്മോസ്ഫിയറിൽ എത്തും. ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാകും അല്ലേ? ഫോസിൽ ഫ്യൂവൽസ്, സൾഫർ കണ്ടെയ്നിങ് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ട്. അത് ബേൺ ചെയ്യുമ്പോൾ അത് സൾഫർ ഡയോക്സൈഡായിട്ട് മാറും, അത് അറ്റ്മോസ്ഫിയറിലെത്തും. ഇനി വിൻഡ് ബ്ലോൺ സീ സോൾട്ട്സ്. ഇപ്പോൾ സീ സോൾട്ട്സ് ഉണ്ടല്ലോ, കാൽഷ്യം സൾഫേറ്റ്, അതേപോലെ മെഗ്നീഷ്യം സൾഫേറ്റ്, ഇതെല്ലാം സീയിലുള്ള സോൾട്ടുകളാണ്. ഇത് വിൻഡ് ബ്ലോൺ ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് സൾഫേറ്റ് ആയിട്ട് എത്തും. പിന്നെ വോൾക്കാനിക് എമിഷൻസ്. അപ്പോൾ വോൾക്കാനിക് എമിഷൻസ് എർത്ത് ക്രസ്റ്റിലുള്ള ഈ എലമെൻ്റൽ കോമ്പൗണ്ട് ഫോമിലുള്ള സൾഫർ വോൾക്കാനിക് എറപ്ഷൻസിൻ്റെ സമയത്ത് ഹൈഡ്രജൻ സൾഫൈഡായിട്ടും സൾഫർ ഡയോക്സൈഡായിട്ടും സൾഫേറ്റ്സ് ആയിട്ടും പുറത്തേക്ക് വരും. അപ്പം ഇങ്ങനെയെല്ലാം തന്നെ സൾഫർ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. ഇനി സൾഫർ ഇൻ ദ ഫോം ഓഫ് സൾഫേറ്റ് ഓർ ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് കൺവേർട്ടഡ് ടു സൾഫർ ട്രയോക്സൈഡ് വിച്ച് ഡിസോൾവ്സ് ഇൻ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ടു ഫോം സൾഫ്യൂരിക് ആസിഡ്. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന സൾഫർ ഈ മൂന്ന് ഫോമിലുള്ള സൾഫറും എന്തായി മാറും? സൾഫർ ട്രയോക്സൈഡായി മാറും. ബൈ ദ ആക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ ആക്ഷൻ കൊണ്ട് അത് സൾഫർ ട്രയോക്സൈഡായിട്ട് മാറും. അങ്ങനെ സൾഫർ ട്രയോക്സൈഡ് ആയാൽ ഇനി മഴ വീഴുന്ന സമയത്ത് ആ വെള്ളത്തിൽ സൾഫർ ട്രയോക്സൈഡ് ഡിസോൾവ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡായിട്ട് മാറും. എന്നിട്ടത് വീണ്ടും എവിടേക്കെത്തും? ഭൂമിയിലേക്കെത്തും. ആൻഡ് ദിസ് സൈക്കിൾ കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗേഷ്യസ് സൾഫർ സൈക്കിൾ. ഇനി സെഡിമെൻ്ററി സൾഫർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പം നമുക്കറിയാം, പ്രോട്ടീൻസ് സോയിലിലെത്തി, സോയിലിൽ നിന്ന് അത് സൾഫേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാകാം. ഈ സൾഫേറ്റ് ഇനോർഗാനിക് സൾഫേറ്റ് ആകാം, അതല്ലെങ്കിൽ ഓർഗാനിക് ഫോമിൽ ആകാം. അപ്പോൾ സൾഫർ ടൈഡ് അപ്പ് ഇൻ ദ ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് ഡെപ്പോസിറ്റ്സ് ഈസ് റിലീസ്ഡ് ബൈ വെതറിങ് ആൻഡ് ഡീകമ്പോസിഷൻ. അപ്പോൾ ഈ ഫോസിൽ എന്ന് പറയുന്നത് കൊണ്ട് പ്ലാന്റ് അല്ലെങ്കിൽ ആനിമൽസ് ഡീകേ ചെയ്ത മെറ്റീരിയൽ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള സൾഫർ വെതറിങ്ങിൻ്റെ സമയത്ത്, വെതറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറോഷൻ, സോയിൽ ഇറോഡ് ചെയ്യുമ്പോഴോ അതും അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴോ അതും അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഒക്കെ ഈ ഇങ്ങനെ ഡെപ്പോസിറ്റഡ് ആകുന്ന സൾഫർ പുറത്തേക്ക് വരും, സോയിലിലോ വാട്ടറിലും പുറത്തേക്ക് വരും. സൾഫർ സോ റിലീസ്ഡ് ആസ് സൾഫേറ്റ് അയോൺ ഈസ് ക്യാരി ടു ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റംസ്. അപ്പോൾ ഇങ്ങനെ വെതറിങ് വഴി പുറത്തേക്ക് വരുന്ന സൾഫേറ്റ്സ് വാഷ് ഔട്ട് ആവും, അക്വാട്ടിക് സിസ്റ്റത്തിലേക്ക് wash out ആവും. Sulfate ion is reduced after being absorbed from the soil by plants and bacteria and ultimately incorporated as the sulfhydryl group in proteins. ഇങ്ങനെ റിലീസ് ചെയ്യുന്ന സൾഫേറ്റിനെ പ്ലാന്റ്സ് ടേക്കപ്പ് ചെയ്യും. ഈ പ്ലാന്റ്സ് അതിനെ അസിമുലേറ്റ് ചെയ്ത് പ്രോട്ടീൻസ് ആക്കി മാറ്റും. പ്ലാന്റിനെ കഴിക്കുന്ന ആനിമൽസിലേക്കും ഇതെത്തും. അപ്പം അങ്ങനെ പ്രോട്ടീനിൽ ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള സൾഫൈഡൽ ഗ്രൂപ്പ് SH ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ സൾഫേറ്റ് വീണ്ടും സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. സം സൾഫേറ്റ്സ് ആർ റെഡ്യൂസ്ഡ് അണ്ടർ അനേറോബിക് കണ്ടീഷൻസ് ഡയറക്ട്ലി ടു സൾഫൈഡ്സ് ഓർ ടു എലമെൻ്റൽ സൾഫർ ബൈ ഡീസൾഫോ വിബ്രിയോ ബാക്ടീരിയ ഫൗണ്ട് അറ്റ് ഓഷ്യൻ ബോട്ടം. അപ്പോൾ ഇങ്ങനെ സൾഫൈഡൽ ഗ്രൂപ്പ് ആവുന്നില്ലെങ്കിൽ വീണ്ടും സോയിലിൽ കിടക്കുമ്പോൾ അനേറോബിക് കണ്ടീഷൻസിൽ ചില ബാക്ടീരിയ ഇതിനെ വീണ്ടും ഹൈഡ്രജൻ സൾഫൈഡായിട്ട് കൺവേർട്ട് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും.
Hydrogen sulfide thus produced escapes into the air and replenishes the sulfur lost by precipitation. അപ്പം നമ്മൾ നേരത്തെ ഗേഷ്യസ് സൈക്കിളിൽ കണ്ടില്ലായിരുന്നു, സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് മാറും, ആ സൾഫർ ട്രയോക്സൈഡ് ആസിഡ് റെയിനിൽ കൂടെ താഴേക്ക് പോരും. അപ്പോൾ ഇങ്ങനെ പോരുന്നതിനെ, ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഹൈഡ്രജൻ സൾഫൈഡിനെ ഇതുപോലെയുള്ള അനേറോബിക് ബാക്ടീരിയ റിപ്ലെനിഷ് ചെയ്യും. ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് ഓൾസോ ഓക്സിഡൈസ്ഡ് ബൈ ഓക്സിജൻ ടു സൾഫേറ്റ്സ് ബൈ ബാക്ടീരിയ ഓഫ് ജീനസ് തയോബാസിലസ്. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടായാൽ ഈ ഹൈഡ്രജൻ സൾഫൈഡ് എയറിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നതിന് മുന്നേ ചില ബാക്ടീരിയ, തയോബാസിലസ് പോലെയുള്ള ബാക്ടീരിയ, ദേ കൺവേർട്ട് ഇറ്റ് ഇൻ ടു സൾഫേറ്റ്സ്. എക്സസ് ഓഫ് സൾഫർ കമ്പൈൻസ് വിത്ത് വാട്ടർ റിസൾട്ടിങ് ഇൻ ആസിഡ് റെയിൻ. അപ്പോൾ ഈ സോയിലുള്ള സൾഫർ ഒന്നുകിൽ ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ട് പോകും, അതും അല്ലെങ്കിൽ സൾഫേറ്റ്സ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ട് പോവുകയാണെങ്കിൽ അത് ആസിഡ് റെയിൻ ആയിട്ട് തിരിച്ച് സോയിലിലേക്ക് തന്നെ വരും. The sedimentary aspect of sulfur cycle involves the precipitation of sulfur in the presence of iron under anaerobic conditions. അപ്പോൾ സൾഫർ സൈക്കിള് 2 സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു, ഗേഷ്യസ് സൈക്കിളും ഉണ്ട്, സെഡിമെൻ്ററി സൈക്കിളും ഉണ്ട്. അപ്പോൾ സൾഫർ സൈക്കിളിലെ സെഡിമെൻ്ററി ആസ്പെക്റ്റ് എവിടെ നിന്നാണ് വരുന്നത്? ഹൈഡ്രജൻ സൾഫൈഡ്, അറ്റ്മോസ്ഫിയറിലുള്ള ഹൈഡ്രജൻ സൾഫൈഡ് അയണിൻ്റെ പ്രസൻസിൽ ഫെറസ് സൾഫൈഡായിട്ട് മാറിയിട്ട് താഴേക്ക് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് താഴേക്ക് വീഴും. This ferrous sulfide is insoluble in neutral or alkaline water, and consequently sulfur has the potential for being bound up under these conditions to the limits of the amount of iron present. അപ്പോൾ ഈ precipitate ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളിൽ നിന്ന് മാറുക എന്നാണ് അർത്ഥം. സൈക്ലിംഗ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഹൈഡ്രജൻ സൾഫൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ സൾഫേറ്റ് ആയിരിക്കണം, അതും അല്ലെങ്കിൽ സൾഫൈഡൽ പ്രോട്ടീനോ ആയിരിക്കണം. ഈ 3 ഫോമിലാണെങ്കിൽ മാത്രമേ സൈക്കിൾ ചെയ്യുള്ളൂ. പക്ഷേ അയണിൻ്റെ പ്രസൻസിൽ ഈ സൾഫർ എന്തായിട്ട് മാറും? ഫെറസ് സൾഫൈഡായിട്ട് മാറും. അപ്പോൾ ഫെറസ് സൾഫൈഡ് ആയിക്കഴിഞ്ഞാൽ അതിന് ഈ സൈക്കിളിൽ സ്ഥാനമില്ല. ബിക്കോസ് അത് ഇറ്റ് ഈസ് ഇൻ ബൗണ്ട് ഫോമിലുള്ളത് നമുക്ക് സൈക്കിൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫെറസ് സൾഫൈഡ് വാട്ടറിൽ ഇൻസോലിബിൾ ആണ്, അതുകൊണ്ട് അസിഡിക് വാട്ടറിൽ മാത്രമേ സോലിബിൾ ആയിട്ടുള്ളൂ. സാധാരണ വാട്ടറിൽ ഇൻസോലിബിൾ ആയതുകൊണ്ട് അത് വീണ്ടും സൈക്കിളിലേക്ക് പോരാതെ ഭൂമിയിൽ തന്നെ കിടക്കും. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇനി നമുക്ക് സൾഫർ സൈക്കിൾ എന്താണെന്ന് പറയാം. അപ്പം ഇതുവരെ പറഞ്ഞത് സൾഫർ സൈക്കിൾ അല്ല, സൾഫർ സൈക്കിളിൻ്റെ ഒരു പ്രിലൂഡാണ്. സൾഫർ സൈക്കിളിൽ ഇന്ന സാധനങ്ങളാണ് വരുന്നത് എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി സൾഫർ സൈക്കിളിൽ എന്താണ് നടക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. The 4 major inputs of sulfur into the atmosphere from land are volcanic activity, soil dust, industrial activity, and the activity of sulfur bacteria which releases hydrogen sulfide into the atmosphere. അപ്പോൾ നമുക്ക് സൾഫർ അറ്റ്മോസ്ഫിയറിൽ വരുന്നത്, ലാൻഡിൽ നിന്ന് അറ്റ്മോസ്ഫിയർ വരുന്നത് ഇനി പറയുന്ന ആക്ടിവിറ്റീസ് വഴിയാണ്. വോൾക്കാനിക് ആക്ടിവിറ്റി, soil dust, industrial activity, and activity of sulfur bacteria which releases hydrogen sulfide into the atmosphere. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി 3 major inputs of sulfur into the atmosphere from oceans. അപ്പോൾ സൾഫർ 2 രീതിയിൽ അറ്റ്മോസ്ഫിയറിൽ വരും, ലാൻഡിൽ നിന്നും വരും, ഓഷനിൽ നിന്നും വരും. അപ്പോൾ ഓഷനിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത്? ഡീപ് സീ ഹൈഡ്രോതെർമൽ വെൻസ്, biogenic gas, and sea water whipped by winds forming aerosol containing sulfates. അപ്പോൾ ഡീപ് സീ ഹൈഡ്രോതെർമൽ വെൻറ്റ്. അപ്പം നമുക്കറിയാം നമ്മുടെ എർത്ത് ക്രസ്റ്റ് ഭയങ്കര ചൂട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചൂട് പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ആ ഒരു എക്സസ് ഹീറ്റ് പുറത്തേക്ക് വിടുന്ന വെൻറ്റുകളുണ്ട്. അപ്പം അത് ഡീപ്പ് സീയിൽ ഈ വെൻറ്റിനെ നമുക്ക് ഡീപ്പ് സീ ഹൈഡ്രോതെർമൽ വെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വെൻറ്റിൽ കൂടി സൾഫർ പുറത്തേക്ക് വരും.
നമ്മുടെ വോൾക്കാനിക് ആക്ടിവിറ്റി പോലെ തന്നെ ഡീപ് സീയിൽ ഉണ്ടാകുന്ന ഒരു ആക്ടിവിറ്റിയാണ് അത്. ഇനി ബയോജനിക് ഗ്യാസ്. ബയോജനിക് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ബയോ മെറ്റീരിയൽ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ വരുന്ന ഗ്യാസാണ് ബയോജനിക് ഗ്യാസ്. ഡൈമീഥൈൽ സൾഫൈഡ് ആയിട്ടാണ് അത് വരുന്നത്. പിന്നെ സീ വാട്ടർ വിപ്ഡ് ബൈ വിൻസ് ഫോം എയറോസോൾസ് കണ്ടെയ്നിങ് സൾഫേറ്റ്സ്. അപ്പം സീയിൽ സോൾട്ടുകളുണ്ട്, കാൽഷ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ് പോലെയുള്ള സോൾട്ടുകളുണ്ട്. അപ്പോൾ വിൻഡ് ബ്ലോ ചെയ്യുന്ന സമയത്ത് അത് എയറോസോൾസ് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഈ 3 വഴിയാണ് സൾഫർ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്തു നിന്ന് വരും, ലാൻഡിൽ നിന്ന് വരും, ഓഷനിൽ നിന്നും വരും. ഓക്കെ, 4 രീതിയിൽ ലാൻഡിൽ നിന്ന് വരും, 3 രീതിയിൽ ഓഷനിൽ നിന്നും വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് സൾഫർ സൈക്കിളിൻ്റെ മെയിൻ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പം നമ്മൾ ഇൻപുട്സ് പറഞ്ഞു, സോഴ്സസ് പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സൾഫർ സൈക്കിളിൻ്റെ സ്റ്റെപ്സ് ഇൻവോൾവ് എന്താണെന്ന് നോക്കാം.